കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 20 ശ്ലോകം നമ്മൾ 5 ചെയ്തപ്പോൾ അഞ്ചാം ശ്ലോകത്തോടു കൂടി ഉദ്ധവൻ്റെ ചോദ്യം കഴിഞ്ഞു അല്ലേ. അതായത് ഉദ്ധവൻ എന്താ പറഞ്ഞ വെച്ചാൽ, അങ്ങനെയല്ലേ വേദത്തിലെ വിധി നിഷേധങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഗുണദോഷ ദൃഷ്ടി ഉണ്ടാവണത് തന്നെ അങ്ങയുടെ വാക്കുകളിൽ കൂടിയാണ്. അതായത് അങ്ങ് പറഞ്ഞതിനെ ആധാരമാക്കിയിട്ടാണ് ഞങ്ങൾ ഗുണം ദോഷം ചീത്ത നല്ലതെന്നൊക്കെ പറയണത്. അല്ലാതെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ല. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വേദം തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ആ ഗുണദോഷ ദൃഷ്ടി ഇത്ര കാലം ഞങ്ങളോട് ഗുണവും ദോഷം പറഞ്ഞത് ഞങ്ങൾ വേദം പ്രമാണമാക്കിയിട്ടാണ് ഗുണവും ദോഷമൊക്കെ മനസ്സിലാക്കിയത്. അത് അങ്ങയുടെ വാക്കുകളാണേനും ആ സ്ഥിതിക്ക് ഗുണദോഷ ദൃഷ്ടി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയത് ശരിയാവുക? ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കണു, എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയാണ് ഭഗവാൻ അല്ലേ. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച 6ാമത്തെ ശ്ലോകം. അപ്പോൾ ഭഗവാന്റെ ശ്ലോകം ആണ് 6ാമത്തെ കേട്ടോ. ഭഗവാന്റെ ഉത്തരാണ് അതിന്. ശ്രീ ഭഗവാൻ ഉവാച യോഗാസ്ത്രയോ മയാ പ്രോക്ത നൃണാം ശ്രേയോ വിധിൽസയാ ജ്ഞാനം കർമ്മം ച ഭക്തിശ്ച നേപോയോന്യോസ്തി കുത്രചിത്. 6ാമത്തെ നൃണാം മീൻസ് മനുഷ്യന്മാർക്ക് ശ്രേയസ്സിനായിക്കൊണ്ട് ശ്രേയോ വിധിൽസയ നന്മ ചെയ്യാൻ ആഗ്രഹിച്ച ജ്ഞാനമെന്നും, അതായത് ലോകത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചതിന് ജ്ഞാനമെന്നും, പിന്നെ കർമ്മ ചഹ ഭക്തി ചഹ നിഷ്കാമകർമ്മമെന്നും ഭക്തി എന്നും 3 യോഗങ്ങൾ മയാ പ്രോക്ത എന്നാൽ പറയപ്പെട്ടു. അന്യഹ വേറെ ഉപായം കത്രജിത് എവിടെയും അസ്തി ഇല്ല. എന്താണ് ഭഗവാൻ ഇപ്പം ഈ ഒരു ശ്ലോകത്തെ പറഞ്ഞു വെച്ചാൽ, മനുഷ്യർക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളതിനെ പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ജ്ഞാനം കർമ്മം ഭക്തി ഇങ്ങനെ 3 യോഗങ്ങൾ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ഈ 3 കർമ്മം ഭക്തി ജ്ഞാനം അല്ലാതെ ഇതല്ലാതെ വേറെ ഒരു മാർഗവും എവിടെയും ഇല്ല. അതാണ് ഈ നിഷേധം ഉണ്ടല്ലോ, കാമ്യകർമ്മങ്ങളാണ് അരുതാ പറയണത്. അതായത് ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് നിഷേധിക്കണതേ. അതാണ്, വെറുതെ നിഷേധിക്കല്ല, എല്ലാ കർമ്മങ്ങളെയും നിഷേധിക്കണില്ല. ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിനെ മാത്രമേ എന്താ പറയുക നിഷേധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറയുകയാണ്. അതായത് ഞാൻ ഇങ്ങനെ മനുഷ്യൻ്റെ പരമശ്രേയസ്സിന് ഉള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ജ്ഞാനം കർമ്മം ഭക്തി ഇങ്ങനെ 3 യോഗങ്ങൾ ഞാൻ ഉപദേശിച്ചത്. ഈ ഒരു 3 വഴിയല്ലാതെ വേറൊരു മാർഗവും മനുഷ്യന് ശ്രേയസ്സുണ്ടാവാൻ ഇല്ല, എവിടെയില്ല. ഈ നിഷേധമൊക്കെ നിഷേധം എന്ന് പറഞ്ഞില്ലേ, നിഷേധിക്കേണ്ടത് അരുത് പറയണതൊക്കെ കാമ്യകർമ്മങ്ങളെയാണ്. ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെ മാത്രമേ നിഷേധിക്കുള്ളൂ. ഇനി ആദ്യം അതിലേക്ക് വരട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത്. 3 തരം യോഗമുണ്ട്, അത് മനുഷ്യരുടെ ശ്രേയസ്സിന് ഉപകരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും കാമ്യകർമ്മങ്ങളെ മാത്രമേ നിഷേധിച്ചിട്ടുള്ളൂ. യോഗാസ്ത്രയോ മയാ പ്രോക്ത നൃണാം ശ്രേയോ വിധിൽസയാ ജ്ഞാനം കർമ്മം ച ഭക്തിശ്ച നോപായോന്യോസ്തി കുത്രചിത്. നോപായോന്യോസ്തി കുത്രചിത് വേറെ ഉപായമില്ലാന്ന്. അവയിൽ ഇനി എന്താണ്? നിർവിർണാനാം ആർക്കാണ് ജ്ഞാനയോഗം, ആർക്കാണ് ഭക്തിയോഗം, ആർക്കാണ് കർമ്മയോഗം എന്ന് പറയുകയാണ്. നിർവിണ്ണാനാം ജ്ഞാനയോഗോ ന്യാസിനാമിഹ കർമ്മസു തേഷു അനിർവിണ്ണ ചിത്താനാം കർമ്മയോഗസ്തു കാമിനാം. ഇനി എന്താ പറഞ്ഞാച്ചാൽ,
ഇതിൽ 7 8 കൂടി വേണമെങ്കിൽ ഒന്നും ചെയ്യാം. എതിർച്ഛയാ മത്കഥാദൗ ജാതശ്രദ്ധസ്തു യപ്പുമാൻ ന നിർവിണ്ണോ നാദിസക്തോ ഭക്തിയോഗോസ്യ സിദ്ധിത. 7 8 ഒന്നിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ പറഞ്ഞ 3 യോഗങ്ങളിൽ കർമ്മസു വിഷണ്ണാനാം സന്യാസിനാം, കർമ്മങ്ങളിൽ വെറുപ്പ് തോന്നി, അതായത് ഇങ്ങനെ കർമ്മം ചെയ്യുക, ഫലം ചെയ്യുക, അത് ഇനി അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് ബോധ്യമായിട്ട് കർമ്മങ്ങളെ ത്യാഗം ചെയ്ത സന്യാസിമാർക്ക്, അതായത് നല്ല, അത് പ്രത്യേകം പറയേണ്ടതിൽ എന്താ വെച്ചാൽ ഈ വിരക്തനാണ് എന്ത് ജ്ഞാനയോഗം, വിരക്തി വന്ന ആൾക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇഹ കർമ്മസു വിഷണ്ണാനാം സന്യാസിനാം. ഈ 3 പറഞ്ഞ യോഗങ്ങളിൽ കർമ്മങ്ങളിൽ വെറുപ്പ് തോന്നിയിട്ട് കർമ്മങ്ങളെ ത്യാഗം ചെയ്ത സന്യാസിക്ക്, അതായത് വിരക്തി വന്നവർക്ക് എന്നർത്ഥം ചുരുക്കം. ജ്ഞാനയോഗ തേഷു, ജ്ഞാനയോഗമാണ് ഏറ്റവും ചേരുക അവർക്ക്. വിരക്തി വന്നവർക്കുള്ളതാണ് ജ്ഞാനയോഗം. ജ്ഞാനയോഗത്തിൽ കൂടെ ഭഗവാനെ പ്രാപിക്കാം. അനിർവിർണചിത്താനാം കാമിനാം കർമ്മയോഗ, അതായത് മനസ്സ് വെറുക്കാത്ത അല്ലെങ്കിൽ വിഷയാസക്തി ഉള്ളവർക്കാണ് എന്താ കർമ്മയോഗം. വിഷയാസക്തി നശിക്കാത്തവർക്കാണ് കർമ്മയോഗം. വിരക്തി വന്നവർക്ക് ജ്ഞാനയോഗം. യപ്പുമാൻ, ഏതൊരു മനുഷ്യൻ എതിർച്ചയാ ഏതോ ഒരു ഭാഗ്യം പോലെ മത് കഥാദൗ, എൻ്റെ കഥാ മുതലായവകളിൽ നിന്ന് ശ്രദ്ധ വന്ന ജാതശ്രദ്ധ, എന്തെങ്കിലും പൂർവ്വജന്മ സുഹൃതം കൊണ്ട് എൻ്റെ കഥകളിലും എൻ്റെ ലീലകളിലൊക്കെ ശ്രദ്ധ വന്നിട്ട് നിർവിർണഹ എന്ന അതിസക്ത, വിരക്തനുമല്ല വിഷയാസക്തനുമല്ല, രണ്ടുമല്ല, അതിനെ ഇടയ്ക്ക് നിൽക്കണം. എന്നാൽ എൻ്റെ കഥകളിലൊക്കെ ശ്രദ്ധയുണ്ട്, എന്നാൽ വിരക്തി വന്നിട്ടുമില്ല, എന്നാൽ വലിയ ആസക്തി ഇല്ലേനും അടുക്ക് നിൽക്കണ ആൾ, അസ്യ അവന് ഭക്തിയോഗ സിദ്ധിത, ഭക്തിയോഗവും ചേരണതാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ 2 ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറയണത് വെച്ചാൽ, ആർക്കാണ് ജ്ഞാനയോഗം, ആർക്കാണ് കർമ്മയോഗം, ആർക്കാണ് ഭക്തിയോഗം പറ്റുക എന്ന്. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ, കർമ്മഫലങ്ങളിലൊക്കെ വിരക്തി വന്ന് അതുകൊണ്ട് കിട്ടുന്ന സുഖമൊന്നും ശാശ്വത സുഖമല്ല എന്ന് ബോധ്യപ്പെട്ട് എല്ലാ കർമ്മങ്ങളെയും ത്യജിക്കാൻ തയ്യാറായിട്ട് വിരക്തി വന്ന ഒരു വിരക്തന് ജ്ഞാനയോഗം അവലംബിച്ചാൽ വേഗം ഭഗവാനെ ലഭിക്കും. വിരക്തനെ പറ്റുള്ളൂ ജ്ഞാനയോഗം. പിന്നെയോ, എന്നാൽ ഈ കർമ്മഫലങ്ങളിൽ വിരക്തിയൊന്നുമില്ല, ഇപ്പോഴും വിഷയാസക്തി ഉണ്ട്, അങ്ങനെ കാമം, അതായത് ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്യുന്നവർക്കുള്ളതാണ് കർമ്മയോഗം. അതിൽ തുടങ്ങിയിട്ട് പിന്നെ ഫലം കുറച്ച് കഴിഞ്ഞാൽ മുമ്പിലേക്ക് പോയിട്ട്, അതായത് ഇവോൾവ് ചെയ്തിട്ട് ആദ്യം കർമ്മം ഫലം കണ്ടിട്ട് തന്നെ കർമ്മം ചെയ്യന്നെ ഇപ്പോൾ ഈ പ്രാചീന ബർഹീസൊക്കെ ചെയ്ത പോലെ കർമ്മം ചെയ്യുക കുറച്ച് കഴിഞ്ഞാൽ കർമ്മം ചെയ്ത് കിട്ടുന്നത് പതുക്കെ അവരും മുമ്പിലേക്ക് വരും. പക്ഷെ ആ മുമ്പിലേക്ക് വരണവരെ തൽക്കാലം ആർക്കാണെന്നാണ് പറയണത്, നല്ല വിരക്തി വന്ന ആൾക്ക് ജ്ഞാനയോഗം. വിഷയാസക്തന് കർമ്മങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഫലം അനുഭവിക്കുക, പിന്നെ അതിന് നല്ല ഇൻട്രസ്റ്റ്, കർമ്മ ആസക്തി ഉള്ള ഒരാൾക്കാണ് കർമ്മയോഗം നല്ലത്. എന്നാൽ ഭാഗ്യം കൊണ്ട് എൻ്റെ കഥകളിലും എൻ്റെ തത്വങ്ങളിലും ശ്രദ്ധയുള്ളവനും ഭയങ്കര വിരക്തി വന്നിട്ടുമില്ല, എന്നാൽ അത്യാസക്തി ഇല്ലേനും അങ്ങനെയുള്ള ആൾക്ക് ഭക്തിയോഗമാണ് ഭഗവാനെ പ്രാപിക്കാൻ നല്ലത്. അപ്പോൾ 3 തരം അല്ലേ. അപ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഭഗവാൻ പറയണം, കാമ്യകർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് വിധിനിഷേധങ്ങൾ മുഴുവൻ ബാധകമാണ്. ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്യുന്ന വിഷയാസക്തന്മാർക്കാണ് ഞാൻ പറഞ്ഞ വിധിനിഷേധങ്ങളൊക്കെ വളരെ ബാധകമാണ്, അവരെയാണ് ബാധിക്കണം. എന്താ വെച്ചാൽ നിഷ്കാമ കർമ്മയോഗിക്കത് പ്രശ്നമില്ല. അവരും അതെ, നിഷ്കാമകർമ്മം എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും കുറച്ച് നോക്കണം. സകാമമായിട്ട് ചെയ്യാച്ചാൽ എന്തായാലും വിധിനിഷേധങ്ങളാണ്. നിഷ്കാമകർമ്മയോഗിയും വിധിനിഷേധങ്ങളെ അനുസരിക്കണം. പക്ഷേ ജ്ഞാനഭക്തി യോഗങ്ങളിൽ വിധിനിഷേധങ്ങൾ കൊണ്ട് ഒന്നും അതിലത്ര നോക്കാനില്ല. സിദ്ധനായാൽ പിന്നെ
മാത്രമല്ല ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതാണപ്പോൾ ഇതിൽ പറയണത്. അപ്പോൾ ഈ 2 ശ്ലോകത്തിൽ 7, 8 പറഞ്ഞത് ആരാണ് ജ്ഞാനയോഗത്തിന് അർഹൻ, ആരാണ് കർമ്മയോഗത്തിന്, ആരാണ് ഭക്തിയോഗത്തിന്, അത് നമുക്ക് ക്ലിയറായിട്ട് പറഞ്ഞു ഭഗവാൻ. ഒരുമാതിരി നല്ല വിരക്തി വന്നിട്ട് കർമ്മങ്ങളൊക്കെ ത്യാഗം ചെയ്യുന്ന ഒരാൾ, സന്യാസിയെ പോലുള്ളൊരു മനസ്സുള്ള ആൾക്ക് ജ്ഞാനയോഗം, ആ ജ്ഞാനയോഗത്തിൽ കൂടെ ഭഗവാനെ പ്രാപിക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെയുള്ള ആൾക്ക്. പിന്നെയോ നല്ല കാമ്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല കാമാസക്തി ഉണ്ട്, ഫലാസക്തി ഉണ്ട്, അങ്ങനെയുള്ള ആൾക്ക് ആണ് കർമ്മയോഗം വിധിച്ചിരിക്കുന്നത്. അവരാണ് കർമ്മയോഗം ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നിഷ്കാമകർമ്മങ്ങൾ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവരും പുരോഗമിക്കും. പിന്നെ ഭക്തിയോഗം ആർക്കാ? ഈ ഭഗവത് കഥകളിലൊക്കെ ഭഗവത് കഥകളിലും ഭഗവാന്റെ തത്വങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം, ഭഗവത് കഥകളിൽ ശ്രദ്ധ, അതൊക്കെ എന്തോ പൂർവ്വജന്മ സുഹൃതം കൊണ്ടുണ്ട്. എന്നാൽ ഈ ഒരു ജ്ഞാനമാർഗത്തിലേക്ക് പോകാൻ തക്കോണം വിരക്തി വന്നിട്ടില്ല, കർമ്മയോഗം തന്നെ അനുഷ്ഠിക്കേണ്ട അത്ര ആസക്തിയില്ല, വലിയ വിരക്തിയില്ല, വലിയ ആസക്തിയില്ല. അതിനിടയ്ക്ക് നിൽക്കണ ഭഗവത് കഥകളിലെ ശ്രദ്ധ എന്തോ പൂർവ്വജന്മ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുള്ളവർക്കാണ് ഭക്തിയോഗം എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് 7, 8 വായിക്കാം. നിർവിർണാനാം ജ്ഞാനയോഗോ ന്യാസിനാമിഹ കർമ്മസു തേഷ്വനിർവിർണ ചിത്താനാം കർമ്മയോഗസ്തു കാമിനാം യദൃച്ഛയാ മത്കഥാദൗ ജാതശ്രദ്ധസ്തു യപ്പുമാൻ ന നിർവിണ്ണോ നാദിസക്തോ ഭക്തിയോഗോസ്യ സിദ്ധിദഃ. 9. ഇനി കർമ്മയോഗത്തിനെ പറ്റിയാണ് 9 ശ്ലോകം പറയണത് കേട്ടോ. താവത് കർമാണി കുർവീത ന നിർവിദ്യേത യാവതാ മത്കഥാശ്രവണാദൗ വാ ശ്രദ്ധായാവന്ന ജായതേ. 9. യാവത ഏതുവരെ ന നിർവിദ്യേത വൈരാഗ്യം സിദ്ധിക്കുന്നില്ലയോ, നിർവിദ്യ പറഞ്ഞാൽ എത്ര കാലം വരെ വൈരാഗ്യം ഉണ്ടാവുന്നില്ലയോ, വാ അഥവാ യാവത് അതുവരെ, മത് കഥാശ്രവണാദൗ എൻ്റെ കഥാശ്രവണം മുതലായവയിൽ, ശ്രദ്ധ ന ജായതേ ശ്രദ്ധ ഇല്ല, ഭഗവാന്റെ കഥയിൽ കേൾക്കാനോ പറയാനോ ഒന്നും ഒരു ശ്രദ്ധയില്ല. പിന്നെയോ പിന്നെ എന്താണ് പിന്നെ ഈ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ, അതായത് ഫലേച്ഛ ഇല്ലാതെ ആവണമില്ല. ഏതൊരാൾക്കാണ് ഫലേച്ഛ ഇല്ലാതെ ആവാത്തത്, അതായത് കാമ്യകർമ്മങ്ങൾ തന്നെ ചെയ്യണം, അതിൻ്റെ ഫലത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഫലേച്ഛ ഇല്ലാതാവുന്നത് വരെ ഭഗവത് കഥകളിൽ ശ്രദ്ധയില്ല, പിന്നെ എന്താണ് വൈരാഗ്യം ഒട്ടും വന്നിട്ടില്ല വെച്ചാൽ താവത് അതുവരെ കർമാണി കുർവീത ഈ നിത്യനൈമിത്തിക കർമ്മങ്ങളൊക്കെ ചെയ്യണം. അതാണ് ഇതിൽ പറയണത്. അതായത് ഏതുവരെ വൈരാഗ്യം വന്നിട്ടില്ലയോ, എത്ര കാലം വരെ എൻ്റെ കഥകളും പിന്നെ ലീലകളും തത്വങ്ങളും അറിയാനുള്ള ആഗ്രഹം ഇല്ലാതിരിക്കുന്നുവോ അതുവരെ കർമ്മങ്ങൾ ചെയ്യണം. അതായത് ഒന്നെങ്കിൽ വൈരാഗ്യം വേണം, അല്ലെങ്കിൽ എൻ്റെ കഥകൾ കേൾക്കാൻ ചെറിയൊരു ശ്രദ്ധയോ ഭക്തിയോ വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിത്യനൈമിത്തിക കർമ്മങ്ങളൊക്കെ ചെയ്തും കൊണ്ടേയിരിക്കണം. അത് ഉണ്ടാവണ വരെ കർമ്മയോഗം തന്നെ അനുഷ്ഠിക്കുക ഭേദമെന്ന്. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. താവത് കർമാണി കുർവീത ന നിർവിദ്യേതയാവയ. ചിലർക്ക് അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഓരോന്ന് ചെയ്യാമെന്നല്ലോ, ഭഗവാനിൽ ശ്രദ്ധയില്ല, എന്നാൽ വൈരാഗ്യമൊന്നും വന്നിട്ടില്ല, സകാമായിട്ട് തന്നെ ചെയ്യണം, ഫലാപേക്ഷയോടുകൂടി ഇങ്ങനെ ചെയ്യാം, അത് തുടരുക. ഒരു സമയം വരുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇനി ഫലത്തിൽ ആഗ്രഹമില്ലാണ്ടേ ആവും. അപ്പോൾ ചിലപ്പോൾ കർമ്മങ്ങളതിനെ ഉപയോഗിച്ചാൽ വൈരാഗ്യം വരാം, അല്ലാച്ച അറ്റ്ലീസ്റ്റ് ഭഗവാന്റെ കഥകളിൽ ശ്രദ്ധ ഉണ്ടായി ഭക്തിയോഗത്തിലേക്ക് പോകാമല്ലോ. അപ്പോൾ അതുവരെ കർമ്മയോഗം. ഇനി 10. സ്വധർമ്മസ്ഥോ യജൻ യജ്ഞൈരനാശീഹി കാമ ഉദ്ധവ നയാതി സ്വർഗനരകൗ യദ്യന്യെന്ന സമാചരേത്. 10. ഉദ്ധവ അനാശീഹി കാമ ഫലേച്ഛയില്ലാത്തവനാൽ സ്വധർമ്മസ്ഥ തൻ്റെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് യജ്ഞൈഹി യാഗങ്ങളാൽ എന്നെ യജൻ ആരാധിച്ചുകൊണ്ട് അന്യത്ന നിഷിദ്ധകർമ്മത്തിനെയോ സമാചരേത് യതി കാമ്യകർമ്മത്തെയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നരകവും അതായത് ഫലം പ്രതീക്ഷിച്ചിട്ട് ഇല്ലാത്തതിനാൽ സ്വർഗവും നിഷിദ്ധത്തിനെ ചെയ്യാത്തത് കൊണ്ട് നരകവും നയാതി പ്രാപിക്കുന്നില്ല. എന്താണ് ഇതിൽ പറഞ്ഞാൽ,
ഈ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന നിഷ്കാമകർമ്മം ചെയ്യുകയാണെങ്കിൽ, ഒന്നും ഒരു ഫലം അപേക്ഷ കൂടാതെ നിഷ്കാമകർമ്മം ചെയ്യുന്ന യോഗി യജ്ഞങ്ങൾ കൊണ്ട് എന്നെ ആരാധിച്ച് ഫലമൊന്നും ആഗ്രഹിക്കാതെ, ഏതൊരാളാണ് നിഷ്കാമകർമ്മം യോഗിയായിട്ട് എന്നെ ആരാധിച്ച് ഫലമൊന്നും ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ ചെയ്യുന്നുവോ, നിഷിദ്ധമോ കാമ്യമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അയാൾ പിന്നെ നിഷ്കാമകർമ്മം അരുതാത്തൊന്നും ചെയ്യില്ല, കാമ്യകർമ്മങ്ങളും ചെയ്യില്ല, ഫലം ആഗ്രഹിച്ചിട്ടും ഒരു കർമ്മവും ചെയ്യില്ല, അരുതെന്ന് പറഞ്ഞ വേദത്തിൽ അരുത പറഞ്ഞ കർമ്മങ്ങളും ചെയ്യില്ല, നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുകയാണ് ചോട്ടെ. അങ്ങനെ ചെയ്യുന്ന ഒരാൾ സ്വർഗത്തിലേക്കും പോവില്ല, നരകത്തിലേക്കും പോവില്ല. നിഷിദ്ധകർമ്മം ചെയ്താൽ നരകത്ത് പോവും, ഫലം ആഗ്രഹിക്കാതിരുന്നാൽ സ്വർഗത്തിലും പോവില്ല. നിഷിദ്ധകർമ്മം ചെയ്യാതിരുന്നാൽ മതി നരകത്ത് പോകാതിരിക്കാൻ, അതെ, ചീത്തകർമ്മം ചെയ്യാണ്ടിരിക്കുക വേണ്ടു നരകത്ത് പോകാണ്ടിരിക്കാൻ. ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്യാഞ്ഞാൽ സ്വർഗവും കിട്ടില്ല. ഫലം ആഗ്രഹിച്ചിട്ട് വേണമല്ലോ, സ്വർഗം ആഗ്രഹിച്ച് ചെയ്യുമ്പോഴാണല്ലോ സ്വർഗം കിട്ടുക. അപ്പോൾ ഫലാപേക്ഷ ഇല്ലെങ്കിൽ സ്വർഗം കിട്ടില്ല, അരുതാത്ത കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ നരകവും കിട്ടില്ല. അപ്പോൾ നിഷ്കാമകർമ്മയോഗി യജ്ഞങ്ങൾ കൊണ്ട് ഫലം ആഗ്രഹിക്കാതെ എന്നെ യജിച്ചാൽ അവന് സ്വർഗത്തിലോ നരകത്തിലോ പോകേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. സ്വധർമ്മസ്ഥോ യജന്യജ്ഞൈരനാശീഹി കാമ ഉദ്ധവ നയാതി സ്വർഗനരകൗ യദ്യന്യെന്ന സമാചരേത് അസ്മിൻ ലോകേ വർത്തമാന സ്വധർമ്മസ്ഥോനഖശുചി ജ്ഞാനം വിശുദ്ധമാപ്നോതി മദ്ഭക്തിം വാ യദൃച്ഛയാ. 11. അസ്മിൻ ലോകെ, ഈ ശരീരത്തിൽ തന്നെ, വർത്തമാന ഇരുന്നു കൊണ്ട്, അനഘ നിഷിദ്ധകർമ്മങ്ങളെ ത്യജിച്ച്, ഇയാൾ നിഷിദ്ധകർമ്മം ചെയ്യില്ല പറഞ്ഞുവല്ലോ, നിഷിദ്ധകർമ്മങ്ങളെ ചെയ്യാത്തതിനാൽ പാപമില്ലാത്തവനും, ശുചി, അതായത് പിന്നെ എന്താണ്, വലിയ രാഗക്രോധദേശമൊന്നുമില്ല, കാരണം ഫലാപേക്ഷ ഇല്ലാതല്ലേ ചെയ്യണത്, സ്വധർമ്മം അനുഷ്ഠിക്കുന്നവനുമായ, വിശുദ്ധം ജ്ഞാനം, കേവല ജ്ഞാനമോ എതിർച്ചയാ ഭാഗ്യവശാൽ മദ്ഭക്തിം വാ, എന്നിൽ ഭക്തിയെയോ ആപ്നോതി. അതായത് ഒരു സകാമം കർമ്മയോഗി, സകാമം അനുഷ്ഠിക്കുന്ന ഒരാൾ എപ്പോഴാണ് നിഷ്കാമമായിട്ട് അനുഷ്ഠിക്കാൻ തുടങ്ങണത്, മീൻസ് ഫലം ഇച്ഛിക്കാതെ, അപ്പോൾ പിന്നെ നിഷിദ്ധകർമ്മം ചെയ്യൂല ചോട്ടെ, അയാൾക്ക് സ്വർഗവും നരകവും കിട്ടില്ല. പക്ഷെ അങ്ങനെ നിഷ്കാമകർമ്മം ഇങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ നിഷിദ്ധകർമ്മങ്ങളൊന്നും ചെയ്യില്ല, നിഷ്കാമമായിട്ടാണ് കർമ്മം ചെയ്യണത്. അങ്ങനെ കുറേ കാലം ചെയ്യുമ്പോൾ ഈ കർമ്മയോഗിക്ക് അന്ധക്കരണം പരിശുദ്ധവും, എന്നിട്ട് ഒന്നുകിൽ വിശുദ്ധ ജ്ഞാനം കിട്ടും, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ഭക്തി ഉണ്ടാവും. അപ്പോൾ കർമ്മയോഗത്തിൽ കുറച്ച് പുരോഗമിച്ച് നിഷ്കാമകർമ്മിയായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്ന് ജ്ഞാനയോഗത്തിൽ പോവാം, അല്ലെങ്കിൽ ഭക്തിയോഗത്തിലേക്ക് പോവാം, ഏതെങ്കിലും ഒന്ന് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഭക്തിയവും എളുപ്പം എതിർച്ചയാന്നുള്ള വാക്കുകൊണ്ട് അതാണ് കാണിക്കണത്. അപ്പോൾ പിന്നെ ആദ്യം സകാമകർമ്മമൊക്കെ ചെയ്തിട്ട് വിരോധമൊന്നുമില്ല, പിന്നെ എന്താണ്, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. കർമ്മം കൊണ്ട് ശരീരത്തിന് പിന്നെ കർമ്മം അങ്ങനെയല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ എല്ലാവർക്കും, അല്ലേ? ആദ്യം സകാമമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ നിഷ്കാമമായിട്ട് കർമ്മം അനുഷ്ഠിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യൂല. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ഈ കർമ്മയോഗിയുടെ മനസ്സ് ശുദ്ധവും. അപ്പോൾ ഒന്നുകിൽ ജ്ഞാന മാർഗത്തിലേക്ക് പോവാനുള്ള ഭാഗ്യം ഉണ്ടാവും, ജ്ഞാനം ഉദിച്ചു തുടങ്ങും, അല്ലെങ്കിൽ അതിൽ ഒരു എല്ലാറ്റിലും വിരക്തി വന്നിട്ട് ജ്ഞാനയോഗത്തിലേക്ക് പോകാൻ, ജ്ഞാനമാർഗം തിരഞ്ഞെടുക്കാൻ പറ്റിയെന്ന് വരും. അല്ലാച്ചാൽ ഭഗവത് കൃപ കൊണ്ട് ഭഗവാന്റെ ലീലകളിലൊക്കെ ഭഗവാന്റെ പിന്നെ കഥകളിലും തത്വറിയാനും ശ്രദ്ധ വന്നു വെച്ചാൽ ഭക്തിയോഗത്തിലേക്ക് വരാം. അപ്പം ഇവിടെ എതിർച്ചയാന്ന് ഉപയോഗിച്ചതുകൊണ്ട് ജ്ഞാനയോഗത്തിൽ പോണേക്കാളും ഈ നിഷ്കാമകർമ്മം ചെയ്ത് അന്ധക്കരണം പരിശുദ്ധമായിട്ടുള്ള ഒരാൾക്ക്, കർമ്മയോഗിക്ക്, ജ്ഞാനയോഗത്തിനേക്കാളും ഒരു പക്ഷേ ഭക്തിയോഗത്തിൽ പോവാനാവും എളുപ്പം, അല്ലെങ്കിൽ ഭക്തിയോഗമാവും അത്ര ദുർലഭം അല്ലാത്തത്. ജ്ഞാനം അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്ന് കാണിക്കണം. ഭക്തിയാണ് ശരിക്കും ബുദ്ധിമുട്ടാണ് കിട്ടാൻ, അങ്ങനെയാണ് ഭഗവാൻ പറയുക. ഞാൻ ജ്ഞാനം കൊടുത്താലും ഭക്തി കൊടുക്കാനാണ് ഭഗവാന്
ഭക്തി അത്ര ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുള്ളൂ എന്നാണ് പറയുക. ഭക്തി ഉണ്ടാവാനാണ് ശരിക്കും അധികം ഭാഗ്യം വേണ്ടത്. എന്തായാലും കേവലം ജ്ഞാനത്തെക്കാളും ഭക്തി ദുർലഭമാണ്. അതുകൊണ്ടാണ് എതിർച്ചയാന്ന് ഉപയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. ഭക്തിമാർഗത്തിലേക്ക് പോവാം. നിഷ്കാമകർമ്മി എങ്ങനെയാണ് പുരോഗമിക്കണമെന്നനുസരിച്ചിട്ട് ഭക്തിമാർഗത്തിലോ പിന്നെ ജ്ഞാനമാർഗത്തിലോ പോവാം. പക്ഷെ ഭക്തിമാർഗം കിട്ടാനാണ് ഭാഗ്യം വേണ്ടതാണ് പറയുക. അസ്മിൻ ലോകേ വർത്തമാന സ്വധർമ്മ സ്ഥോനഖശുചി ജ്ഞാനം വിശുദ്ധമാപ്നോതി മദ്ഭക്തിം വായദൃച്ഛയാ. ഇനി മനുഷ്യദേഹത്തിനെ സ്തുതിക്കുകയാണ് ആക്ച്വലി 12. അപ്പോൾ എന്താണ് നമുക്ക് 12 എന്താ പറയണം നോക്കാട്ടോ. അയ്യോ, ഞാൻ സമയം കൂടി ഒന്ന് നോക്കട്ടെ ഏകദേശം. സാരില്ല. അപ്പോൾ 12 സ്വർഗിണോപ്യേതമിച്ഛന്തി ലോകം നിരയിണസ്തഥാ സാധകം ജ്ഞാന ഭക്തിഭ്യാം ഉഭയം തഥാ സാധകം. എന്താണ് ഈ 12 പറയണ വെച്ചാൽ മനുഷ്യദേഹം വേണമല്ലോ ജ്ഞാനയോഗത്തിൽ. ഏത് മാർഗത്തിൽ പോവുകയാണെന്ന് വെച്ചാൽ ദേഹം ഉപയോഗിക്കണമല്ലോ നമുക്കതാണ്. നിരയിണഹ തഥ നരകത്തിലിരിക്കുന്നത് പോലെ തന്നെ സ്വർഗിണ സ്വർഗത്തിലിരിക്കുന്നവരും ഏതം ലോകം ഈ മനുഷ്യ ശരീരത്തിനെ ജ്ഞാന ഭക്തിഭ്യാം സാധകം ജ്ഞാനം ഭക്തി ഇവർക്ക് ജ്ഞാനം ഭക്തി എന്നിവ സാധിക്കുന്നതിനായിട്ട് ഉഭയം സ്വർഗശരീരവും നരകശരീരവും തഥാ സാധകം ജ്ഞാനം ഭക്തി ഇവയ്ക്ക് സാധകമല്ല എന്നതിനാലും ഇച്ഛന്തി ആഗ്രഹിക്കുന്നു. എന്താ പറയണ വെച്ചാൽ ഈ ഭക്തിയോഗത്തിൽ കൂടെ പുരോഗമിച്ച് മോക്ഷം കിട്ടണമെങ്കിലും ജ്ഞാനയോഗത്തിൽ കൂടെ പുരോഗമിച്ച് മോക്ഷം കിട്ടണമെങ്കിലും ഈ മനുഷ്യദേഹത്തിൽ കൂടെ മാത്രമേ പറ്റൂ. ദേവന്മാർക്ക് പറ്റില്ല. മനുഷ്യനായി ജന്മെടുത്താൽ മാത്രമേ ഈ കർമ്മം കൊണ്ട് കർമ്മയോഗം കൊണ്ട് അന്ധക്കരണ ശുദ്ധീകരണം മാത്രമേ പറ്റുള്ളൂ പറഞ്ഞൂല. മോക്ഷം കിട്ടില്ല. അപ്പോൾ കർമ്മത്തിൻ്റെ കർമ്മത്തിൽ നമ്മൾ പുരോഗമിച്ച് നിഷ്കാമകർമ്മിയായിട്ട് ഒന്നുകിൽ ഭക്തിയോഗത്തിൽ പോയിട്ട് ഭഗവാനെ പ്രാപിക്കുക, അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിൽ പോയിട്ടെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഭക്തിയോഗത്തിൽ കൂടെ ഭഗവാനെ പ്രാപിക്കണമെങ്കിലും ജ്ഞാനയോഗത്തിൽ കൂടെ ഭഗവാനെ പ്രാപിക്കണമെങ്കിലും മനുഷ്യജന്മം കിട്ടിയാലേ പറ്റുള്ളൂ. മനുഷ്യ ശരീരം വേണം. അതുകൊണ്ടാണ് സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാർക്കും നരകത്തിൽ കിടക്കുന്ന പാപികൾക്കും ഒക്കെ അവരുടെ പുണ്യഫലവും പാപഫലവും തീർന്നാൽ അവർക്ക് മനുഷ്യനായി ജനിച്ചിട്ട് തന്നെ പിന്നെ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അത് അല്ലാതെ സ്വർഗത്തിൽ വെച്ചിട്ടും നമുക്ക് ജ്ഞാനം മാർഗത്തിൽ പോയി ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല, നരകത്തിൽ വെച്ചിട്ടും സാധിക്കില്ല. അപ്പോൾ എന്താണ് പറയണത്? അവരൊക്കെ ഈ മനുഷ്യ ശരീരം കിട്ടാൻ ആഗ്രഹിക്കുമെന്ന്. സ്വർഗത്തിലുള്ളവരും നരകത്തിലുള്ളവരും ഒക്കെ ഭക്തിജ്ഞാനം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്ന ഈ മനുഷ്യ ശരീരത്തെ ആഗ്രഹിക്കുന്നു. ദേവന്മാർക്കും അവരുടെ പുണ്യം കഴിഞ്ഞാൽ മനുഷ്യനായി ജനിച്ചാൽ തന്നെ മോക്ഷം കിട്ടുള്ളൂ. നരകത്തിലുള്ളവർക്കും അവരുടെ നരകഫലം കഴിഞ്ഞാൽ മനുഷ്യനായി ജനിച്ച അപ്പോൾ അവർക്കൊക്കെ മനുഷ്യ ശരീരം കിട്ടിയാൽ മതി എന്നാണ്. അപ്പം പിന്നെ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കാലോ, ഭക്തി മാർഗത്തിലും ജ്ഞാനമാർഗത്തിലും പോവാലോ. അത്ര ദുർലഭമാണ് മനുഷ്യ ശരീരം എന്നർത്ഥം. അതിൻ്റെ അർത്ഥം അതാണ്. ഇനി ഒന്നും കൂടി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 13 കൂടിയും ചെയ്യാമെന്നാ 12 വായിച്ചിട്ട്. സ്വർഗിണോപ്യേതം ഇച്ഛന്തി ലോകം നിരയിണസ്തഥാ സാധകം ജ്ഞാനഭക്തിഭ്യാം ഉഭയം തഥാ സാധകം. അവിടെ വച്ച് സാധിക്കില്ല എന്ന് മുക്തി കിട്ടാൻ. നര സ്വർഗതിം കാക്ഷേ നരകീം വാ വിചക്ഷണ നേമം ലോകം ച കാക്ഷേത ദേഹാവേശാത് പ്രമാദ്യതി. 13 വിചക്ഷണ വിവേകിയായിട്ടുള്ളൊരു മനുഷ്യൻ, വിവേകമുള്ളൊരു മനുഷ്യൻ. വിചക്ഷണ നരഹ, വിചക്ഷണ നര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിവേകിയായിട്ടുള്ളൊരു മനുഷ്യൻ നാരകീം വാ നരകത്തിലേക്ക് പോകുന്നതിനെ ഒരിക്കലും ആഗ്രഹിക്കില്ല. നല്ല വിവേകമുള്ള ഒരാൾക്ക് നരകത്ത് പോകണമെന്നുണ്ടാവുമോ? നരകത്ത് പോകണമെന്ന് ആഗ്രഹിക്കാത്ത പോലെ സ്വർഗം പോകുന്നതിനെയും കാമുക്ഷേത് ആഗ്രഹിക്കുന്നത് വിഡ്ഢിത്താണെന്ന്. നരകത്ത് പോകണത് ആരും ആഗ്രഹിക്കില്ല, നമുക്കറിയാം. ഇറ്റ് ഈസ് ഗ്രാൻറ്റഡ് അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നരകത്ത് പോകാൻ ആഗ്രഹിക്കില്ല. പക്ഷേ സ്വർഗത്തിൽ പോകാൻ പലരും ആഗ്രഹിക്കും. പക്ഷെ അതും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല, ആഗ്രഹിക്കരുത് ശരിക്കും. എന്താ വെച്ചാൽ ഇമം ലോകം വളരെ ശ്രേഷ്ഠമായി ഈ മനുഷ്യ ശരീരത്തിന് കാക്ഷേണ നമ്മൾ മനുഷ്യ ശരീരത്തിനെ ആഗ്രഹിക്കണോ? അതും വേണ്ട. എന്താ വെച്ചാൽ ദേഹാവേശാത് ദേഹത്തിൽ നമുക്ക് ഈ അഹന്തയും മമതയും ഉണ്ടേ. അതുകൊണ്ട് പിന്നെയും ജനിക്കേണ്ടി വരും.
പ്രമാദ്യതി. അപ്പോൾ ഈ മനുഷ്യ ശരീരം കിട്ടാൻ അവർ ആഗ്രഹിക്കണു. പക്ഷെ സത്യം പറഞ്ഞാൽ മനുഷ്യ ശരീരം കിട്ടിയാലും നമുക്ക് ഈ അഹന്തയും മമത ഉള്ളിടത്തോളം കാലം നമുക്ക് ഭഗവാനെ കിട്ടില്ല. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. ഒരു വിവേകിയായിട്ടുള്ള ഒരു മനുഷ്യനും നരകത്തെ ആഗ്രഹിക്കില്ല എന്ന പോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ സ്വർഗത്തിൽ പോകാനും ആഗ്രഹിക്കരുത് സ്വതേ. കാരണം അവിടെ നിന്നും കിട്ടില്ല നിത്യസുഖം. എന്നാൽ മനുഷ്യദേഹം അത്ര ദുർലഭമാണ്, ശ്രേഷ്ഠമാണ്. നമുക്ക് നഞ്ഞി ഒരു ജന്മം കൂടി വേണമെന്ന് ആഗ്രഹിക്കണമെന്ന് വെട്ടിത്താണ്. എന്താച്ചാൽ ദേഹത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ദേഹാഭിമാനം അഹന്തയും മമതയും മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ അഹന്തോണ്ടും മമതോണ്ടും ഭ്രമിച്ച് ഈ മായയിൽ പെട്ട് നടക്കുകയാണ്. അപ്പോൾ നരകം കാക്ഷിക്കില്ല ആർക്കും നരകം വേണ്ട, സഫറിങ് അല്ലേ. സ്വർഗവും നമ്മൾ ആഗ്രഹിക്കണമെന്ന് വിട്ടിത്താണ്. കാരണം അതിനൊരു അവസാനം ഉണ്ട, മനുഷ്യനായി ജനിക്കണം. എന്നാ മനുഷ്യദേഹം ഇപ്പം കിട്ടി, എന്നാൽ ഇനി എനിക്ക് മനുഷ്യദേഹം ഇപ്പം എനിക്ക് അങ്ങനെയല്ല, ഈ തന്നെ സാധ്യ ജന്മാന്ന് വിചാരിക്കണം എന്നാണ് ഭഗവാൻ അതുകൊണ്ട് പറയണത്. ഇനിയും മനുഷ്യ ശരീരം കിട്ടണമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇപ്പം നിങ്ങൾക്ക് അഹന്തയും മമതയും വിട്ടു പോകുന്നില്ല വെച്ചാൽ ഇനിയും മനുഷ്യ ശരീരം കിട്ടി ഇനിയും അഹന്തയും മമതയും വിട്ടു പോകുന്ന എന്താ? അഹന്തയും മമതയും വിട്ടു പോകാത്തോളം നമുക്ക് ഈ ജനന മരണ ചക്രത്തെ ചുറ്റിത്തിരിയണേ. മനുഷ്യദേഹം കിട്ടിയിട്ട് ശരിയാണ്, മനുഷ്യദേഹം വളരെ ദുർലഭമാണ്, മനുഷ്യദേഹം കൊണ്ട് മുക്തി കിട്ടും ചെയ്യും. പക്ഷേ മനുഷ്യദേഹം ഉപയോഗിച്ചിട്ട് മുക്തി കിട്ടാൻ ശ്രമിക്കണില്ല, ഈ അഹന്തയും മമതയും നമ്മൾ കളയണില്ലെങ്കിൽ നമുക്ക് ആ ജനന മരണ ചക്രത്തെ ചുറ്റി തിരിഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് ഇനി ഒരു ജന്മം കൂടി വേണമെന്ന്, ഇനി ഒരു മനുഷ്യജന്മം കൂടി വേണമെന്ന് വിചാരിക്കണതിന് അർത്ഥമില്ല. എങ്ങനത്തെ മനുഷ്യജന്മം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം? അഹന്തയും മമതയും ഇല്ലാത്ത ഒരു മനുഷ്യജന്മം, അതായത് ദേഹാഭിമാനം കളയാൻ സാധിക്കുന്ന ഒരു മനുഷ്യജന്മം കിട്ടണം എന്ന് പ്രാർത്ഥിക്കണം. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 13 വായിച്ച് നിർത്താം ഇന്ന്. നര സ്വർഗതിം കാക്ഷേ നാരകീം വാ വിചക്ഷണ നേമം ലോകം ച കാംക്ഷേത ദേഹാവേശാത് പ്രമാദ്യതി. ജീവൻ ദേഹത്തിൽ പ്രവേശിച്ച അപ്പം തുടങ്ങിയ ഈ അഹന്തയും മമതയും ഞാനും എൻ്റെ അതുള്ളിടത്തോളം കാലം, ദേഹാഭിമാനമുള്ളിടത്തോളം കാലം നമുക്ക് മോക്ഷം കിട്ടൂല അല്ലേ. അപ്പം മനുഷ്യജന്മം ആഗ്രഹിക്കണതിന് അർത്ഥമില്ല എന്ന് പറയാണ്. മനുഷ്യജന്മം കൊണ്ട് മുക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുക വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.